ഏത് പ്രൊഫഷനായാലും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കഷ്ടപ്പാടുണ്ടാവില്ല. ഈ രോഗികളായിട്ട് വരുന്നവർ എക്സ്ട്രീം അവരുടെ ഏറ്റവും ഒരു പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയിലാണ് ആശുപത്രിയിലെത്തുന്നത്. സ്നേഹപൂർവ്വം നമ്മളുടെ വേദന മാറ്റിവെച്ച് സംരക്ഷിക്കണം എന്നുള്ളത് ആരോഗ്യ പ്രവർത്തകർ തന്നെയാണ്. അപ്പം നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് കിട്ടുമെന്നാണ്, ആരോഗ്യ പ്രവർത്തകരായാലും രോഗികളായാലും. ഈ ജനറൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തെന്ന് പറഞ്ഞു, മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തെന്ന് പറഞ്ഞു, ശരിക്കും അത്യാഹിത വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നതാണോ അതോ ഓപ്പറേഷൻ വിങ്ങിൽ വർക്ക് ചെയ്യുന്നതാണോ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം? എല്ലാത്തിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അത്യാഹിത വിഭാഗത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാഹിത വിഭാഗം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി വർക്ക് ചെയ്തിട്ടുണ്ട്, ജനറൽ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി വർക്ക് ചെയ്തിട്ടുണ്ട്, മെഡിക്കൽ കോളേജിലെ തന്നെ ന്യൂറോ സർജറി ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ണാശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും നമുക്ക് നമ്മളുടെ ജോബ് ഏത് പ്രൊഫഷനായാലും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കഷ്ടപ്പാടുണ്ടാവില്ല. അതിനെ ഇഷ്ടപ്പെട്ട് സ്നേഹത്തോടെ ചില സിസ്റ്റർമാരുണ്ട് സംസാരിക്കുന്ന ഭയങ്കര ഒരു ദേഷ്യത്തോടെ സംസാരിക്കാൻ നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഈ മെഡിക്കൽ കോളേജിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം അവർ ചിലപ്പോൾ ഡെയിലി ഒരു 1000 പേരെയോ 2000 പേരോ പരിചരിക്കുന്നതായിരിക്കാം. പക്ഷെ അപ്പോൾ പോലും രോഗിക്ക് ആ വരുന്ന നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗത്തെ പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സമാധാന വാക്ക് കിട്ടാൻ ഒരേ ഒരു ഹോപ്പ് ആ സിസ്റ്റർ ആയിരിക്കാം. ചിലപ്പോഴൊക്കെ അവർ ഭയങ്കര റൂഡായിട്ട് സംസാരിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ അവരോട് എന്താ മാഡം അങ്ങനെ സംസാരിക്കുമ്പോൾ മാഡം എന്താ തോന്നാറ്? അതാണ്, അതിപ്പം അഖിൽ തന്നെ അതിൻ്റെ മറുപടിയും കൂടെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ നേഴ്സുമാരെന്ന് പറഞ്ഞാൽ അവരും മനുഷ്യരല്ലേ, അവരും പല മാനസികാവസ്ഥയിൽ വരുന്നതാണ്. അപ്പം ഈ രണ്ട് കൂട്ടരും അത് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞ് ഈ രോഗികളായിട്ട് വരുന്നവർ എക്സ്ട്രീം അവരുടെ ഏറ്റവും ഒരു പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയിലാണ് ആശുപത്രിയിലെത്തുന്നത്. അപ്പോൾ അവരുടെ മാനസികാവസ്ഥ ഏറ്റവും മോശമായ അവസ്ഥയാണ്. നേഴ്സസ് ആയാലും ആരോഗ്യപ്രവർത്തകർ എന്ന് പറയാം. ആരോഗ്യപ്രവർത്തകർ അവർ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ജോബിലേക്ക്, സ്റ്റുഡൻസ് ആണെങ്കിലും സ്റ്റാഫ് ആണെങ്കിലും അവർ ആഗ്രഹിക്കുന്ന ഒരു ജോബാണ് ചെയ്യുന്നത്. അപ്പം ശരിക്കും ആരോഗ്യപ്രവർത്തകർ തന്നെയാണ് അത് മനസ്സിലാക്കേണ്ടത്. എല്ലാം കൈവിട്ട ഒരവസ്ഥയിലാണ് രോഗികൾ ഹോസ്പിറ്റലിൽ എത്തുന്നത്. അവരെ സ്നേഹപൂർവ്വം നമ്മളുടെ വേദന മാറ്റിവെച്ച് സംരക്ഷിക്കണം എന്നുള്ളത് ആരോഗ്യപ്രവർത്തകർ തന്നെയാണ് നോക്കേണ്ടത്. പിന്നെ എന്നിരുന്നാൽ കൂടെയും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് സ്ട്രെസ് അനുഭവിച്ച് വന്ന് സഫർ ചെയ്യുന്നതുകൊണ്ട് പലതരത്തിലുള്ള ഇപ്പം ഫോണിലൂടെ തന്നെയും പലതും ശരിയല്ലാത്ത കാര്യങ്ങളും ഒക്കെ ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങളുമൊക്കെ കാണുന്നുണ്ട്. അപ്പം അത് ജനങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കണം, അതൊരു അതോറിറ്റിയും മനസ്സിലാക്കണം, മനുഷ്യരാണ് എന്നുള്ളത്. അപ്പം നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് കിട്ടുമെന്നാണ്, ആരോഗ്യ പ്രവർത്തകരായാലും രോഗികളായാലും.